ഇത് ഇന്നലത്തെ ചമ്മന്തി ഇല്ലേ? അത് മതി. ഇന്നലത്തെ ചമ്മന്തി മതി. ഇച്ചിരി ഉള്ളു. ഇതിപ്പോ ചമ്മന്തി ഉണ്ടാക്കാനില്ല, ഒരു മുട്ടയും കൂടെ ദോശയുടെ കൂട്ടത്തില്. എനിക്ക് എന്നാ മേലെ എന്നാ എനിക്ക് എന്നാ ഇത് ദോശ വേണ്ട രാവിലെ. എന്നാ കഴിക്കാനായിട്ടാ? ഞാൻ മുട്ട പൊരിച്ചിട്ട് ചോറുണ്ടോ? പൊരിച്ചു ഓരോരോ ബുദ്ധിയും കൊണ്ട് വന്നേതാ. വന്ന് പുള്ളിയുടെ തൊലി വിളിക്കണം എന്നെ എടുത്ത്. ജലദോഷമായപ്പോഴത്തേക്കും ആംബുലൻസ് വരെ വിളിക്കുന്നു. ഞാൻ ഇച്ചിരി അഭിനയിക്കുക. എന്റെ മനസ്സെന്നോട്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നോട് ലിറ്റി അസുഖം വന്നു കഴിയുമ്പോ ഇങ്ങനെ ചില്ലായിട്ട് നിൽക്കുന്നത് കുറച്ചൊക്കെ സത്യമായിട്ടും കുറച്ചൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് ഇച്ചിരി അഭിനയിച്ചോണം. നല്ല നമ്മുടെ കെട്ടിയന്മാര് വിചാരിക്കുമെന്ന്. നമുക്കൊക്കെ അസുഖം വന്നാൽ നമ്മൾ സൂപ്പർ പവറുള്ള ലേഡീസ്. പേര് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷെ മിനിച്ചേച്ചിയുള്ളൂ പേര് വളർത്തുന്നതല്ല. പണ്ട് മിനിച്ചേച്ചി ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴേ എല്ലാം പണി ചെയ്യല്ലേ. മിനിച്ചേച്ചി എന്റെ കൊച്ചെ നീ ഇങ്ങനെ പയറ് പോലെ നടക്കാതെ കുറച്ചൊക്കെ ക്ഷീണം അഭിനയിക്കും കൂടെ ചെല്ലേ, അല്ല ആൾക്കാർ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയതാ. ഇവിടെ ഓരോരുത്തർക്ക് പനി വരുമ്പോ മൂടി പോച്ച് കിടക്കുന്നു, ആവി പിടിക്കുന്നു, ആംബുലൻസ് വിളിക്കുന്നു, വിക്സ് നെഞ്ചത്തേക്കുന്നു, മൂക്കത്തേക്കുന്നു, വിക്സ് കൊണ്ട് കുരിശ് വരയ്ക്കുന്നു. അമ്മക്കൊക്കെ പനി വന്നത് അടുക്കള ഇരുന്ന് ഉള്ളിയും പൊളിച്ച്. പനിയില്ലല്ലോ, പനിയില്ല, ഫ്ലൂവേ ഉള്ളൂ. ഓ എടാ തെണ്ടി എനിക്കല്ലേ സാധാരണ കൊച്ചു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ചാടി പോയി കിടക്കുന്നത് ഞാനാ. ഇന്നലെ ഇരിക്കും ഇവിടെ പോയി കിടന്നു. സങ്കടം. എന്റെ കെട്ടിയൊരു പാവം ഒന്നും കഴിക്കാതെ പോകണല്ലോ. ചിലപ്പോ ഞാൻ ഒന്നും ഉണ്ടാക്കാതെ കയറി കിടക്കാറുണ്ട്. ജസ്റ്റ് വെള്ളം പോലും കുടിക്കാതെ കാപ്പ് പോലും കുടിക്കാതെ ജസ്റ്റ് പോകാറുമില്ലേ. പക്ഷെ എല്ലാ സമയവും അങ്ങനെ വിടാനായിട്ട്. ഇതാണ് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനെടുത്ത ഉള്ളിയെ. ഞങ്ങളൊക്കെ അവിടെ എങ്ങനെയാണ് മുട്ട പൊരിക്കുന്നത്, ഇതിനകത്ത് കുറച്ച് തേങ്ങയും കൂടി ഇടും, എന്നിട്ടാണ് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത്. നിങ്ങളെങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് പറയണേ.